കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആരും ഇതുപോലെ സത്യസന്ധമായിട്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അല്ലേ. സബ്സ്ക്രൈബ് ആകുന്നതിന് മുമ്പ് നമുക്ക് കറക്റ്റ് കിട്ടിയ പൈസ 50,200 രൂപ. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന വേറൊരു ചാനൽ ഉണ്ടാവില്ല കേരളത്തിൽ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ എടുത്തു പറയുകയാണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം. നമ്മുടെ യൂട്യൂബ് വരുമാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ പ്രേക്ഷകർ നമ്മൾ കണ്ടിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസയാണ്. അപ്പോൾ നമ്മുടെ ഓരോ യൂട്യൂബേഴ്സിൻ്റെയും വരുമാനം അത് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാനുള്ളൊരു അർഹതയുണ്ട് അല്ലേ. മേക്കപ്പ് ഒക്കെ ഇട്ട് പോയിട്ട് മറ്റേ ഫാഷൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ മനസ്സിന് അത് പറ്റൂല അല്ലേ. ഹലോ ഗൈസ്, ജിത ഫ്ലോവിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഒരുപാട് പേരുടെ സംശയങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് പേരുടെ സംശയത്തിനുള്ള മറുപടി ആയിട്ടാണ് ഇന്ന് വന്നേക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. നമ്മൾ 1 lakh ഫാമിലിയൊക്കെ ആയി, ഇപ്പം ആയിട്ടിപ്പോൾ ഒരാഴ്ച ആയതേ ഉള്ളൂ, അധികമൊന്നും ആയിട്ടില്ല. അപ്പോൾ 1 lakh ഫാമിലി ആയിട്ടുള്ള നിങ്ങളുടെ ആദ്യത്തെ യൂട്യൂബ് വരുമാനം എത്രയായിരിക്കാം? അതായത് 1 lakh ഫാമിലി ആകുന്നതിന് മുമ്പേ എത്രയാണ്, 1 lakh ഫാമിലി കഴിഞ്ഞിട്ട് ആദ്യത്തെ വരുമാനം എത്രയാണ് കിട്ടുന്നത്? ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുവരെയുള്ള യൂട്യൂബ് വരുമാനത്തിൻ്റെ കാര്യങ്ങൾ മൊത്തം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടിയ വരുമാനം എല്ലാം അതേപോലെ ഞങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഉണ്ടു സാർ? അതായത് 1 തൊട്ടിട്ട് നമുക്കിപ്പം 1, 2, 3, 4 പ്രാവശ്യം യൂട്യൂബ് വരുമാനം ഓൾറെഡി കിട്ടി. 5ാമത്തെ പ്രാവശ്യം കിട്ടാനാണ് നോക്കുന്നത്. അതായത് 1 lakh സബ്സ്ക്രൈബേഴ്സ് ആകുന്നതിന് മുമ്പ് 2 മാസം കൂടിയാണ് കിട്ടുന്നത്. ആദ്യത്തെ 2 മാസം അടുപ്പിച്ച് കിട്ടി അല്ലേ? ആദ്യത്തെ 2 മാസം അടുപ്പിച്ച് കിട്ടി. അത് കഴിഞ്ഞിട്ട് 2 മാസം കിട്ടിയില്ല. നമ്മളിപ്പം മോണിറ്റൈസേഷൻ ആയിട്ട് 6 മാസമായി, പിന്നെ 1 മാസം കിട്ടാണ്ടായി. അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനലിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറയും കൂടും അങ്ങനെയാണ്. അതായത് ചില സമയത്ത് ഒറ്റ കൂടുതലും വ്യൂ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒറ്റ കുറയും ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കിട്ടൂല, ചില സമയത്ത് കിട്ടും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഒരു പെർമനന്റ് ആയിട്ടൊരു വരുമാനം നമുക്ക് ആയിട്ടില്ല എന്നാണ് സത്യം പറയാൻ അല്ലേ. അപ്പോൾ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം, ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഒരു യൂട്യൂബറും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആരും ഇതുപോലെ സത്യസന്ധമായിട്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അല്ലേ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അവർ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല അല്ലേ. സത്യം, നമുക്ക് പറ്റാത്തതായിട്ട് മറ്റുള്ളവർക്ക്, അതായത് വലിയ യൂട്യൂബേഴ്സ്, ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. M4Tech ഉണ്ട്, നമ്മുടെ കേൽബ്രോ ഉണ്ട്. കേൽബ്രോ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലിമിറ്റ് വിട്ട പോക്കാണ്. പിന്നെ M4Tech ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. നമ്മളെ പോലെ തന്നെ നമ്മളെ തന്നെ മനുഷ്യന്മാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവരും. ഇതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയും അവർ പൈസ മേടിക്കുകയും യൂട്യൂബിൽ നിന്ന് പൈസ മേടിക്കുകയും അവർ നല്ല നിലയിൽ എത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി 2 ദിവസം വീഡിയോ ഇട്ടില്ല, 1 ദിവസം വീഡിയോ ഇട്ടു, അങ്ങനെ പോയിട്ട് കാര്യമില്ല. അതൊക്കെയാണ് അതിൻ്റെ കാര്യം. അപ്പം ഒരുപാട് കഷ്ടപ്പെട്ടാലാണ് നമുക്കൊരു യൂട്യൂബ് വരുമാനം കിട്ടുന്നത്. മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മോണിറ്റൈസേഷൻ ആക്കി എടുക്കുന്നതിൻ്റെ ആ ഒരു സമയം വരെയാണ് കഷ്ടപ്പാടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത്ര കഷ്ടപ്പാടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് നമുക്ക് യൂട്യൂബ് തുടങ്ങി ഒരു 1000 സബ്സ്ക്രൈബർ ആക്കി എടുക്കുന്നതിൻ്റെ അത്ര കഷ്ടപ്പാടാ ഇല്ലായിരുന്നു എനിക്ക് 1000 തൊട്ടിട്ട് 1 lakh സബ്സ്ക്രൈബ് ആക്കി എടുക്കാൻ വേണ്ടി അല്ലേ. 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കി എടുക്കാനായിരുന്നു കൂടുതൽ കഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ് 1 lakh ആക്കി എടുക്കാൻ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ വേണ്ടിയൊക്കെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് വരുമാനം 11,200 ഇതുപോലെ എടുത്ത് പറഞ്ഞ ഒരു മനുഷ്യനുണ്ടാവില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം. ഇതുവരെയുള്ള യൂട്യൂബ് വരുമാനം കറക്റ്റായിട്ട് പറയുന്നത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഗുളികേൻ്റെ കൂടെയൊക്കെയാണ് കേട്ടോ, കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ യൂട്യൂബ് വരുമാനം 11,200 കിട്ടി. 11,200 കിട്ടി. അത് കഴിഞ്ഞ് 1 മാസം കിട്ടി. അത് കഴിഞ്ഞ് 2 മാസം കിട്ടിയില്ലേ. അടുത്ത മാസം കിട്ടിയത് 12,200 രൂപ. 1000 രൂപ കൂടി നമുക്ക്. അതായത് 1 മാസത്തെ യൂട്യൂബ് വരുമാനം പിറ്റത്തെ മാസം ആകുമ്പോഴേക്കും 1000 രൂപ നമുക്ക് കൂടി. പിന്നെ 2 മാസം കിട്ടിയില്ല. 2 മാസം കിട്ടില്ല. നമ്മുടെ വ്യൂ മൊത്തത്തിൽ താന്നു പോയി. അപ്പോൾ നമുക്ക് 2 മാസം പൈസ കിട്ടിയില്ല. അത് കഴിഞ്ഞ് കിട്ടിയ പൈസ
12,300 രൂപയാണ്. അതായത് 12,200 രൂപ കൂടി. അതും 3 മാസത്തെ പൈസയാണ് അല്ലേ? 3 മാസത്തെ പൈസ ഒരുമിച്ച് വന്നാണ് വെറും 12,300 രൂപ. 3 മാസത്തെ പൈസ. അതുവരെ നമുക്ക് യൂട്യൂബ് വരുമാനമില്ല. ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, നമ്മൾ യൂട്യൂബിൽ നിന്ന് കിട്ടും. നിങ്ങൾ എന്നോട് കുറെ പേര് വിളിച്ചു ചോദിച്ചു, അല്ല ജിജോ നീ എന്തിനാ ഈ ഓലപ്പുരയും വെച്ചിട്ട് ഇങ്ങനെ കിടക്കണം, നിനക്ക് യൂട്യൂബ് നല്ല വരുമാനം ഇല്ലേ, നീ എന്നാത്തിന് ഇങ്ങനെ നമ്മളെ യൂട്യൂബിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷർട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അവർക്ക് പൈസ ഇഷ്ടം പോലെ വരുന്നുണ്ടെന്നുള്ള ചിന്തയുണ്ട്. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ, എല്ലാവരുടെയും ഒരു ഇതിന് വേണ്ടിയിട്ട്, തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടിയ പൈസ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പൈസ കിട്ടി. അതായത് അത് കഴിഞ്ഞിട്ടുള്ള മാസം, കഴിഞ്ഞിട്ടുള്ള മാസം, അതായത് നമ്മളിപ്പം വാടക വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന സമയത്ത്, അതായത് നമ്മളിപ്പം പോന്നിട്ട് ഇപ്പം ഏകദേശം ഒരു 1.5 മാസം ഉണ്ടാവും അല്ലേ, ആ സമയത്ത് നമുക്ക് കിട്ടിയ പൈസ എന്ന് പറഞ്ഞാൽ 14,500 കിട്ടി കേട്ടോ. നമുക്ക് വാടക വീട്ടിൽ നമ്മളിങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടിയത് 14,500 രൂപ. അങ്ങനെ നമുക്ക് ടോട്ടല് 1 lakh ഫാമിലി, അതായത് 1 lakh സബ്സ്ക്രൈബേഴ്സ് ആകുന്നതിന് മുമ്പ് നമുക്ക് കറക്റ്റ് കിട്ടിയ പൈസ 50,200 രൂപ കേട്ടോ. അതായത് നമുക്ക് യൂട്യൂബിൽ നിന്ന് മൊത്തത്തിൽ കിട്ടിയത്, ഒരു മാസം കിട്ടിയല്ല, നമുക്ക് മൊത്തത്തിൽ യൂട്യൂബിൽ നമുക്ക് കിട്ടിയ പൈസ, അതായത് പ്രൊമോഷൻ്റെ ഒന്നുമല്ല, പ്രൊമോഷൻ അല്ലാണ്ട് നമ്മുടെ സാധാ നമ്മുടെ യൂട്യൂബ് വരുമാനം, റവന്യൂ വെച്ചിട്ട്, നമ്മൾ ആർട്സ് വെച്ചിട്ട് നമുക്ക് കിട്ടിയ പൈസ, യൂട്യൂബിൽ നമുക്ക് അക്കൗണ്ടിൽ വന്ന പൈസയാണ് 50,200 രൂപ. അതായത് 1 lakh സബ്സ്ക്രൈബേഴ്സ് ആകുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള വരുമാനമാണ് ഞാൻ പറഞ്ഞത്. ഇത്ര ഒന്നും പൈസ കിട്ടി. ഇതുപോലെ പറയുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പിന്നെ എടുത്ത് പറയുകയാണ്, ഇതുപോലെ യൂട്യൂബ് വരുമാനം തുറന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അല്ല പോട്ടെ, പോകുന്നില്ല കേട്ടോ, ഒരു ഇതിന് വേണ്ടി പോട്ടെ. അപ്പോൾ ഗൈസ്, വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയ്ക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന വേറൊരു ചാനൽ ഉണ്ടാവില്ല കേരളത്തിൽ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ എടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം. പിന്നത്തെ കാര്യം, ഇനി ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വരുമാനം അതും കൂടെ പറഞ്ഞേക്കാം. അത് കിട്ടിയിട്ടില്ല, ഇനി ഈ 14 സംതിങ് കിട്ടിയിട്ട് അടുത്ത 2 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അടുത്ത വരുമാനം. അതായത് ഈ മാസം കിട്ടും, ഏപ്രിൽ. അപ്പോൾ ആ പൈസ, കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മൾ ഉണ്ടൂസിൻ്റെ വീട്ടിലോട്ടൊക്കെ പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അല്ലേ. അതൊരു ഞാൻ പറഞ്ഞില്ല, എൻ്റെ വായിന്ന് അറിയാണ്ട് വന്നും പോയി. ഉണ്ടൂസിൻ്റെ വീട്ടിലോട്ട് നമ്മൾ പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതായത് ഉണ്ടൂസിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോകണം. അവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൃപാസനം, അതായത് ആലപ്പുഴ വരെയൊക്കെ പോയെന്ന് പറഞ്ഞാൽ ഉണ്ടൂസിൻ്റെ വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ഉണ്ടൂസിൻ്റെ വീട്ടിൽ പോകണം. അതായത് ഈ ഏപ്രിൽ മാസം ലാസ്റ്റ് നമുക്ക് പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോകണം കേട്ടോ. കഴിച്ച് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ നിർത്തിപ്പോയി, കാരണം വെച്ചാൽ തക്കിരി അതിൻ്റെ ഇടയ്ക്ക് എണീറ്റ് കേട്ടോ. അപ്പോൾ തക്കിരിനെയും കൂടെ ഞങ്ങൾ മടി കാണുന്ന ഇരുത്തിയിട്ടുണ്ടേ. അപ്പോൾ ഗൈസ്, നമുക്ക് അവസാനമായിട്ട് നമുക്കിനി കിട്ടാൻ പോകുന്ന പൈസയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട്. അതായത് $182 നമുക്കിനിയിപ്പം നമ്മുടെ യൂട്യൂബ് വരുമാനമായിട്ട് നമുക്ക് വന്ന് കിടക്കുന്നത്. അതായത് ഏകദേശം ഒരു 15,180 രൂപേൻ്റെ അടുത്തുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ അതിൻ്റെ ടാക്സ് ഒക്കെ പോയി ഏകദേശം ഒരു 15,000 രൂപേൻ്റെ അടുത്ത് നമുക്ക്, അതായത് 5ാമത്തെ യൂട്യൂബ് വരുമാനം, 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷമുള്ള യൂട്യൂബ് വരുമാനം നമുക്ക് വന്ന് കിടപ്പുണ്ട്. ഇപ്പോൾ വേറെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ യൂട്യൂബ് വരുമാനം തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ ടെർമിനേറ്റ് ആയി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രാവശ്യം നമ്മളെ അല്ലേ, ആദ്യത്തെ യൂട്യൂബ് വരുമാനം, അതായത് ആദ്യത്തെ യൂട്യൂബ് വരുമാനം നമ്മളിങ്ങനെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകും, അതായത് ഇല്ലാണ്ടായി പോകും എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ചാനലിൽ നമ്മൾ ആദ്യം നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സത്യസന്ധമായിട്ട് എന്ത് കാര്യം പറഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല. നമ്മൾ കള്ളത്തരം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചാനലൊക്കെ പോയേക്കാം. നമുക്ക് നമ്മുടെ യൂട്യൂബ് വരുമാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ പ്രേക്ഷകർ നമ്മൾ കണ്ടിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസയാണ്. അപ്പോൾ നമ്മുടെ ഓരോ യൂട്യൂബേഴ്സിൻ്റെയും വരുമാനം അത് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാനുള്ളൊരു അർഹതയുണ്ട് ഇല്ലേ. അതേപോലെ ഇന്ന് വരെ എത്ര വരുമാനം കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾ അതേപോലെ ഞങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ തുറന്ന് പറയാറുണ്ട്, എന്തിനാ വെറുതെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയാം. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മുടെ എല്ലാ കാര്യവും തുറന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ യൂട്യൂബ് വരുമാനം തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇത്രക്ക് ഈ ഒരു പൈസ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയ സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അത്യാവശ്യം ചാനൽ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരാളുടെ ചാനൽ, അതായത് വ്യൂ ഇല്ലാണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പം ചാനൽ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരാൾക്ക് വ്യൂ കിട്ടും എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. പക്ഷേ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരു പ്രൊമോഷൻ കൊടുക്കും. ഞാൻ പെയ്ഡ് പ്രൊമോഷനായിട്ട് ചെയ്ത് കൊടുത്തേക്കുന്ന ഒരു 6 ചാനലിൻ്റെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
എന്താ പറയുക, ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ട് പറയാമെന്നല്ല, എന്നാലും നമുക്ക് സങ്കടമുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. ചില ആൾക്കാർ നമ്മളെ പറ്റിച്ച് കളയും അല്ലേ, കാര്യം കഴിഞ്ഞ് കഴിയുമ്പം ചില ആൾക്കാർ നമ്മളെ പറ്റിച്ച് കളയും. അപ്പോൾ ആരാ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാൽ അത് ശരിക്കും പറയേണ്ടതാണ്. കാരണം അതുപോലെ നമ്മൾ നമുക്ക് കുട്ടികൾക്ക് സുഖമില്ലാത്ത സമയത്ത്, നമുക്ക് പിള്ളേർക്ക് ഒന്നുമില്ലാണ്ട് നമ്മൾ കുടുങ്ങി നിൽക്കുന്ന പിള്ളേർക്ക് സുഖമില്ലാത്ത സമയത്തൊക്കെ ചാനൽ പ്രൊമോഷനൊക്കെ ചെയ്തിട്ട് പൈസ കിട്ടാനുള്ള സമയം ഞാൻ അവരെ വിളിച്ച് ചോദിക്കും, ചേട്ടാ ചേച്ചി എനിക്ക് ആ ചില്ലറ ഇട്ടുതരാമോ, കാരണം വെച്ചാൽ എൻ്റെ പിള്ളേർക്ക് അസുഖമാണ്, സുഖമില്ല, അപ്പോൾ അന്ന് പിള്ളേരെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ്, കിട്ടിയ ഉപകാരമായിരുന്നു എന്ന് പറയും. നമുക്ക് നിർബന്ധം പിടിച്ച് പറയാനാവുമല്ലോ. അപ്പോൾ അവർ പറയും പല ഒഴിവും പറഞ്ഞിട്ട് ഒഴിവാക്കിയാലും പിള്ളേർക്ക് സുഖമില്ലാണ്ട് മരിക്കാൻ കിടക്കുന്ന അവസ്ഥയിലാണെന്ന് പറഞ്ഞാലും അവരെ പൈസ കിട്ടിയതില്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ പറയണ്ടെന്ന് വിചാരിച്ചാണ്, എന്നാലും എനിക്കിത് മനസ്സിൽ വന്നപ്പോൾ ഞാനങ്ങ് പറഞ്ഞെന്നുള്ളൂ. സങ്കടമുണ്ട്, അതുകൊണ്ട് പറഞ്ഞു. സങ്കടമുണ്ട്, കാരണം വെച്ചാൽ കൊറേ നാളുകൊണ്ട് ചോദിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ അത് വിട്. അങ്ങനെയുണ്ട്, അങ്ങനെ ഓരോരുത്തരുണ്ട്. നമുക്ക് ഓരോരുത്തരെ നമുക്ക് നന്നാക്കാനൊന്നും ആവില്ല. അത്രയ്ക്ക് മുട്ടിയിട്ട് ഗതി കെട്ടിട്ടല്ലേ ചോദിക്കുന്നത്. അതെ, അത് മനസ്സിലാക്കണ്ട. അത് നമ്മള് വെറുതെ കടം ചോദിക്കുന്നല്ല, നമ്മള് അതേപോലെ തന്നെ പണി ചെയ്തിട്ടാ ചോദിക്കുന്നത്, വെറുതെ ആരോടും പൈസ ചോദിക്കുന്നല്ലോ. നമ്മള് പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാല്, അതേപോലെ തന്നെ നമ്മള് അല്ലാണ്ട് 2-3 പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ നമുക്ക് ആ സ്പോട്ടിൽ പൈസ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഞങ്ങൾ കിട്ടുമെന്ന് പോലും പ്രതീക്ഷിക്കാത്തവര് നമുക്ക് ആ പൈസ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ട് ഞങ്ങക്ക് പൈസ അയച്ചു തന്നിട്ടുണ്ട്. അതിന്റെ പിറ്റേന്ന് ചില ആൾക്കാർ തരാന്ന് പറഞ്ഞിട്ട് പറ്റിക്കുകയും ചെയ്യും. പക്ഷെ അത് നോക്കണ്ട, എല്ലാവർക്കും ഉള്ളതായിരിക്കും. അപ്പോൾ അതൊന്നും ഞാൻ പറയാൻ വന്നതല്ല, നമ്മുടെ വിഷയമല്ല, ഞാനങ്ങ് പറഞ്ഞെന്നുള്ളൂ. ആ സങ്കടം വന്നപ്പോൾ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇത്രയും വരുമാനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 1 lakh സബ്സ്ക്രൈബേഴ്സിന് മുമ്പ് നമുക്ക് 50,200 നമുക്ക് കൈ കിട്ടി. ഇനിയിപ്പം വരാൻ പോകുന്നത് 15,000 രൂപ, അതായത് $182 ഏകദേശം നമുക്കിനി കിട്ടാനുണ്ട്. നമ്മുടെ ഈ അടുത്ത വരുമാനം 1 lakhന് ശേഷം നമുക്ക് കിട്ടുന്ന പൈസ 15,000 സംതിങ് ആണ്. പക്ഷേ ഇനി അടുത്ത മാസം കിട്ടണമെന്നില്ല താനും അല്ലേ, അതാണ് ആ അവസ്ഥ. അടുത്ത മാസത്തേക്ക് ഒരു $6 കയറി കിടക്കുവാണ്. $6 ആയതുള്ളൂ, വെറും $6. $6 എന്ന് പറയുമ്പോൾ എത്ര എഴുതുന്നത്, 10 5 8 40 400 രൂപ കണ്ട് അക്കൗണ്ടിൽ കയറി കിടക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥകൾ. അപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്ന് പറയുന്നുണ്ട്, ഇതും കൂടെ തുറന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ചിലർ വിചാരിക്കും ഇവൻ ഇന്നത്തെ ഇതൊക്കെ തുറന്ന് പറയും, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തോന്നൊക്കെ പണ്ട് തൊട്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം യൂട്യൂബ് വരുമാനം തുറന്ന് പറയുന്ന സമയത്ത് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ ആദ്യത്തെ യൂട്യൂബ് വരുമാനം ആയതുകൊണ്ടല്ലേ നീ ഇതൊക്കെ വിളിച്ച് പറയുന്നേ, നീ കുറച്ച് 1 lakh സബ്സ്ക്രൈബേഴ്സ് എല്ലാം കഴിഞ്ഞ് നിനക്ക് കുറച്ച് വരുമാനമൊക്കെ ആയിക്കഴിഞ്ഞാൽ നീ ആ വരുമാനം കൂടെ തുറന്ന് പറയുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നിനക്ക് അന്നേരം ഇപ്പം നീ തുറന്ന് പറയാം, ആദ്യത്തെ യൂട്യൂബ് വരുമാനം ആയതുകൊണ്ടല്ലേ നീ തുറന്നേ. ആദ്യത്തെ നല്ല ഗൈസ്, ഞാൻ ഇന്ന് വിട്ട് എനിക്ക് 5 പ്രാവശ്യം കിട്ടി. 5ാമത്തെ യൂട്യൂബ് വരുമാനം പറഞ്ഞാൽ 5ാമത്തെ യൂട്യൂബ് വരുമാനം ഞാൻ കറക്റ്റായിട്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒന്നും വിട്ടിട്ടില്ല, ഒന്നും വിടാണ്ട് തന്നെ നമ്മളെല്ലാം നല്ല രീതിയിൽ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. എത്ര പൈസ കിട്ടിയെന്നുണ്ടായാലും അത് ഓരോ കാര്യത്തിനും ഇനിയിപ്പം ഞങ്ങളുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീടുണ്ടാക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പം നമ്മുടെ മെയിൻ ലക്ഷ്യം ഒരു വീട് എങ്ങനെയും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുള്ള ആഗ്രഹത്തിൻ്റെ മുകളിലാണ് ഇനിയുള്ള കളിയെല്ലാം കളിക്കാൻ പോകുന്നത്. വേറെ പ്രതീക്ഷകളെ ലോൺ എടുക്കാണ്ട് തന്നെ, അതായത് ലോൺ എടുത്തിട്ട് എനിക്കാവില്ല. കാരണം വെച്ചാൽ ഞങ്ങളുടെ മുമ്പിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് ലോണൊക്കെ എടുക്കാൻ നല്ല സുഖമാണ് ലോൺ എടുക്കാൻ, പക്ഷേ ലോണൊക്കെ എടുത്ത് കഴിഞ്ഞ് വീടൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും, പക്ഷേ അതിൻ്റെ അകത്ത് മനസ്സമാത്രം കിടക്കാനാവില്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ കയ്യിൽ വീടുണ്ടാക്കാനുള്ള പൈസ ആയിട്ട് മാത്രമേ നമ്മൾ വീടുണ്ടാക്കുകയുള്ളൂ. ലോൺ എടുത്തുണ്ടാക്കാനുള്ള പേടിയാണ് സത്യം പറഞ്ഞാൽ. തക്കിരി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ വീഡിയോ കാണാത്ത ആൾക്കാരാണെങ്കിൽ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. നമ്മുടെ ഒരു കുഞ്ഞു ഫാമിലീൻ്റെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിരിക്കും. പിന്നെ എല്ലാ യൂട്യൂബ് ചാനലും കാണുന്ന പോലെ തന്നെ ആർഭാടമായിട്ടുള്ള ഒരുക്കങ്ങളോ മേക്കപ്പോ ഒന്നും ഇട്ടിട്ട് ആർഭാടകരമായ വീഡിയോസൊന്നും നമ്മുടെ ചാനലിലില്ല. ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളങ്ങനെ എത്ര നമുക്ക് എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു രീതിയിലോട്ട് പോകാൻ സാധ്യതയില്ല. വന്ന വഴി മറന്നിട്ട് പോകാനുള്ള സാധ്യതയില്ല. ഞങ്ങളെന്തായാലും മേക്കപ്പൊക്കെ ഇട്ട് പോയിട്ട് മറ്റേ ഫാഷൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആ ഒരു രീതിയിലൊന്നും നമുക്ക് പറ്റത്തില്ല. നമ്മുടെ മനസ്സിന് അത് പറ്റൂല അല്ലേ. എത്രയൊക്കെയാന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്നാഗ്രഹമുണ്ട്, ഒരു വീട് വെക്കണം എന്നാഗ്രഹം. അത് ഞങ്ങളുടെ ആകെയുള്ള ആഗ്രഹം, ഒരു വീട് വെക്കണം. അത് നമുക്ക് പിള്ളേരെ മര്യാദ പഠിപ്പിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. അവർക്ക് അസുഖമൊന്നും വരാണ്ട് പഠിപ്പിക്കണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്യുക. അപ്പോൾ നാളത്തെ വീഡിയോ കാണാം. അതുവരെ ബൈ.